ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഒരു കുഞ്ഞും ജനിക്കുമ്പോഴേ നല്ലതാവാറില്ല, അതുപോലെ തന്നെ ചീത്തയും ആവാറില്ല. സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നല്ലതും ചീത്തയും ആവുന്നത്. ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അഷ്ടവക്രന്റെയും അതുപോലെ തന്നെ അഭിമന്യുവിൻ്റെയും കാര്യം നമ്മൾക്ക് നന്നായിട്ടറിയാം. ഗവേഷണങ്ങളും അത് തന്നെ തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കുട്ടികൾക്ക് ജനനത്തിൽ തന്നെ ഗർഭസ്ഥ അവസ്ഥയിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് ശ്രവണശക്തി വളരെ കൂടുതലാണ്. അന്തരീക്ഷത്തിലുള്ള എല്ലാ ശബ്ദങ്ങളെയും അവർക്ക് പിടിച്ചെടുക്കാനുള്ള ശക്തി ഈ ശിശുവിനുണ്ടാവും. ജനിക്കുന്നതിന് മുമ്പേ ഉണ്ടാവും. അത് പരമമായ സത്യമാണ്. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നത് എന്താണോ അത് അവരുടെ പതിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് മുതിർന്ന ആൾക്കാർ ഈ ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് പലതരത്തിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്, അതുപോലെ തന്നെ സന്തോഷങ്ങളും കൊടുക്കുന്നത്, സന്തോഷങ്ങളും ആഘോഷങ്ങളും എല്ലാം കൊടുത്ത് ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയാണ്. നല്ല രീതിയിൽ കിട്ടുന്നത് പോലെ തന്നെ സാഹചര്യം മോശമായ കുട്ടികൾ നല്ലവണ്ണം മോശമായ കുട്ടി തന്നെ ജനിക്കുകയും ചെയ്യും. അപ്പം നല്ല കുട്ടികളെ ജനിക്കണോ മോശമായ കുട്ടികളെ ജനിക്കണോ എന്നുള്ളത് മുതിർന്ന ആൾക്കാർ തന്നെ തീരുമാനിക്കണം. നമ്മളെപ്പോഴും നല്ലതിൻ്റെ പിന്നാലെ മാത്രമേ പായാവൂ. അത് മാത്രമേ ശാശ്വതമുള്ളൂ, അതിൽ മാത്രമേ നേട്ടമുള്ളൂ, അതിൽ മാത്രമേ ഭാഗ്യമുള്ളൂ. ഭഗവാൻ എല്ലാ ഭാഗ്യവും എല്ലാവർക്കും കൊടുക്കാൻ കഴിയും. നമ്മൾ എങ്ങനെ എടുക്കുന്നുവോ അതിനനുസരിച്ചുള്ള ഭാഗ്യമേ കിട്ടുള്ളൂ. നന്മ എടുത്താൽ നന്മ കിട്ടും, തിന്മയെടുത്താൽ തിന്മ കിട്ടും. നന്മ മാത്രമേ വിജയിക്കൂ എന്ന് ഉറപ്പുള്ള നമ്മൾ എന്തിനാണ് തിന്മയുടെ പിന്നാലെ പായുന്നത്? ഒരു കാര്യം മാത്രം ഉറപ്പിക്കുക, നമുക്ക് നന്മ മാത്രം മതി. ഭഗവാൻ അത് നൽകാൻ കഴിയും. എല്ലാവർക്കും അത് കിട്ടും. എല്ലാവരും അത് എടുക്കണം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.